ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ഉപയോഗിക്കാവുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആ വാക്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. രണ്ട് കളിക്കാർ തമ്മിലുള്ള പോരാട്ടം രണ്ട് ടീമുകളിലെയും എല്ലാ കളിക്കാരും ഉൾപ്പെടുന്ന അനിയന്ത്രിതമായ പോരാട്ടമായി മാറി. എ ഫൈറ്റ് ബിറ്റ്വീൻ ടു പ്ലെയേഴ്സ് ക്വിക്ക്ലി ടേൺ ഇൻ ടു എ ഫ്രീ ഫോർ ഓൾ ഇൻവോൾവിംഗ് ഓൾ ദ പ്ലെയേഴ്സ് ഓൺ ബോത്ത് ടീംസ്. കളിക്കാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലെയേഴ്സ്. രണ്ട് കളിക്കാർ തമ്മിലുള്ള ബിറ്റ്വീൻ ടു പ്ലെയേഴ്സ്, പോരാട്ടം ഫൈറ്റ്. ഒരുപാട് ആളുകൾ ചേരുന്ന അക്രമാസക്തമായ തർക്കം അല്ലെങ്കിൽ സാഹചര്യം അല്ലെങ്കിൽ പോരാട്ടം, അതിന് പറയുന്ന പേരാണ് ഫ്രീ ഫോർ ഓൾ. അപ്പോൾ ഈ സെൻറ്റൻസിൽ എല്ലാ കളിക്കാരും ചേർന്നുള്ള അനിയന്ത്രിതമായ പോരാട്ടം, അതിന് പറയുന്ന പേരാണ് ഫ്രീ ഫോർ ഓൾ. എ ഫൈറ്റ് ബിറ്റ്വീൻ ടു പ്ലെയേഴ്സ് ക്വിക്ക്ലി ടേൺ ഇൻ ടു എ ഫ്രീ ഫോർ ഓൾ ഇൻവോൾവിംഗ് ഓൾ ദ പ്ലെയേഴ്സ് ഓൺ ബോത്ത് ടീംസ്. രണ്ട് കളിക്കാർ തമ്മിലുള്ള പോരാട്ടം രണ്ട് ടീമുകളിലെയും എല്ലാ കളിക്കാരും ഉൾപ്പെടുന്ന അനിയന്ത്രിതമായ പോരാട്ടമായി മാറി. പത്രസമ്മേളനം നിരവധി ആളുകൾ ഉൾപ്പെടുന്ന ഒരു അനിയന്ത്രിതമായ പോരാട്ടമായി മാറി. ദ പ്രസ് കോൺഫറൻസ് ടേൺ ഇൻ ടു എ ഫ്രീ ഫോർ ഓൾ. പത്രസമ്മേളനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രസ് കോൺഫറൻസ്. നിരവധി ആളുകൾ ഉൾപ്പെടുന്ന ഒരു അനിയന്ത്രിതമായ പോരാട്ടം ഫ്രീ ഫോർ ഓൾ. മാറുക ടേൺ. The press conference turned into a free for all. പത്രസമ്മേളനം നിരവധി ആളുകൾ ഉൾപ്പെടുന്ന ഒരു അനിയന്ത്രിതമായ പോരാട്ടമായി മാറി. അവളുടെ കായിക ഹീറോകളെ അല്ല നായകന്മാരെ അനുകരിച്ചാണ് അവൾ വളർന്നത്. ഷീ ഗ്രൂ അപ്പ് എമുലേറ്റിംഗ് ഹെർ സ്പോർട്സ് ഹീറോസ്. കായികം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്പോർട്സ്. നായകന്മാർ ഹീറോസ്. അനുകരിക്കുക എമുലേറ്റ്. വളരുക ഗ്രോ അപ്പ്. ഷീ ഗ്രൂ അപ്പ് എമുലേറ്റിംഗ് ഹെർ സ്പോർട്സ് ഹീറോസ്. അവളുടെ കായിക ഹീറോകളെ അല്ലെ നായകന്മാരെ അനുകരിച്ചാണ് അവൾ വളർന്നത്. കലാകാരന്മാർ അവരുടെ അധ്യാപകരുടെ ശൈലി അനുകരിക്കുന്നു. ആർട്ടിസ്റ്റ് എമുലേറ്റിംഗ് ദ സ്റ്റൈൽ ഓഫ് ദെയർ ടീച്ചേഴ്സ്. കലാകാരന്മാർ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ആർട്ടിസ്റ്റ്. അനുകരിക്കുക എമുലേറ്റ്. ശൈലി സ്റ്റൈൽ. അധ്യാപകർ ടീച്ചേഴ്സ്. ആർട്ടിസ്റ്റ് എമുലേറ്റിംഗ് ദ സ്റ്റൈൽ ഓഫ് ദെയർ ടീച്ചേഴ്സ്. കലാകാരന്മാർ അവരുടെ അധ്യാപകരുടെ ശൈലി അനുകരിക്കുന്നു. സർവകലാശാലയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്യാമ്പസിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ പട്ടണത്തിലെ വീടുകൾ വാടകയ്ക്ക് എടുക്കുന്നു. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ലിവ് ഓൺ ക്യാമ്പസ് ആൻഡ് ദ റിമൈൻഡർ റെൻറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ടൗൺ. സർവകലാശാല എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യൂണിവേഴ്സിറ്റി. ഭൂരിഭാഗം മോസ്റ്റ്. വിദ്യാർത്ഥികൾ സ്റ്റുഡൻസ്. ഭൂരിഭാഗം വിദ്യാർത്ഥികളും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. താമസിക്കുക ലിവ്. ബാക്കിയുള്ളവർ റിമൈൻഡർ. പട്ടണം ടൗൺ. വീടുകൾ അപ്പാർട്ട്മെൻറ്റ്സ്. വാടകയ്ക്കെടുക്കുക റെൻറ്റ്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് സ്റ്റുഡൻസ് ലിവ് ഓൺ ക്യാമ്പസ് ആൻഡ് ദ റിമൈൻഡർ റെൻറ്റ് അപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ടൗൺ. സർവകലാശാലയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ക്യാമ്പസിലാണ് താമസിക്കുന്നത്. ബാക്കിയുള്ളവർ പട്ടണത്തിലെ വീടുകൾ വാടകയ്ക്കെടുക്കുന്നു. സീസണിൻ്റെ ശേഷിക്കുന്ന സമയത്തേക്ക് താരങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തും. ദ പ്ലെയേഴ്സ് വിൽ ബി സസ്പെൻഡഡ് ഫോർ ദ റിമൈൻഡർ ഓഫ് ദ സീസൺ. ശേഷിക്കുന്ന എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിമൈൻഡർ. സീസണിൻ്റെ ശേഷിക്കുന്ന സമയത്തേക്ക് ദ റിമൈൻഡർ ഓഫ് ദ സീസൺ. താരങ്ങൾ പ്ലെയേഴ്സ്. താൽക്കാലികമായി മാറ്റി നിർത്തുക സസ്പെൻഡ്. ദ പ്ലെയേഴ്സ് വിൽ ബി സസ്പെൻഡഡ് ഫോർ ദ റിമൈൻഡർ ഓഫ് ദ സീസൺ. സീസണിൻ്റെ ശേഷിക്കുന്ന സമയത്തേക്ക് താരങ്ങളെ താൽക്കാലികമായി മാറ്റി നിർത്തും. ബാക്കി തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും. ദ റിമൈൻഡർ ഓഫ് ദ മണി വിൽ ബി ഡൊണേറ്റഡ് ടു ചാരിറ്റി. ബാക്കി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റിമൈൻഡർ. തുക മണി. ബാക്കി തുക ദ റിമൈൻഡർ ഓഫ് ദ മണി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചാരിറ്റി. നൽകുക ഡൊണേറ്റ്. ദ റിമൈൻഡർ ഓഫ് ദ മണി വിൽ ബി ഡൊണേറ്റഡ് ടു ചാരിറ്റി. ബാക്കി തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും. ഇടയ്ക്കിടെ നിങ്ങൾ നിങ്ങൾക്കായി എന്തിനെങ്കിലും വേണ്ടി പതിവിലും കൂടുതൽ പണം ചെലവഴിക്കണം. യു ഷുഡ് ലെറ്റ് യുവർ സെൽഫ് സ്പ്ലർജ് വൺസ് ഇൻ എ വൈൽ. ഇടയ്ക്കിടെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വൺസ് ഇൻ എ വൈൽ. സാധനങ്ങൾ, പ്രത്യേകിച്ച് വില കൂടിയ സാധനങ്ങൾ ധാരാളം പണം ചെലവഴിച്ച് വാങ്ങുന്നതിന് പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് സ്പ്ലർജ്. യു ഷുഡ് ലെറ്റ് യുവർ സെൽഫ് സ്പ്ലർജ് വൺസ് ഇൻ എ വൈൽ. ഇടയ്ക്കിടെ നിങ്ങൾ നിങ്ങൾക്കായി എന്തിനെങ്കിലും വേണ്ടി പതിവിലും കൂടുതൽ പണം ചെലവഴിക്കണം.
അത്താഴത്തിന് പതിവിലും കൂടുതൽ പണം ചെലവഴിച്ച് ഒരു കുപ്പി നല്ല വീഞ്ഞ് മേടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു സ്പ്ലർജ് ഓൺ എ ബോട്ടിൽ ഓഫ് ഗുഡ് വൈൻ ഫോർ ഡിന്നർ. അത്താഴം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിന്നർ. പതിവിലും കൂടുതൽ പണം ചെലവഴിക്കുക, സ്പ്ലർജ്. ഒരു കുപ്പി നല്ല വീഞ്ഞ്, എ ബോട്ടിൽ ഓഫ് ഗുഡ് വൈൻ. വീഞ്ഞ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വൈൻ. തീരുമാനിക്കുക, ഡിസൈഡ്, തീരുമാനിച്ചു, ഡിസൈഡഡ്. വി ഡിസൈഡഡ് ടു സ്പ്ലർജ് ഓൺ എ ബോട്ടിൽ ഓഫ് ഗുഡ് വൈൻ ഫോർ ഡിന്നർ. അത്താഴത്തിന് പതിവിലും കൂടുതൽ പണം ചെലവഴിച്ച് ഒരു കുപ്പി നല്ല വീഞ്ഞ് മേടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ വർഷത്തെ വലിയ വിലയേറിയ വാങ്ങൽ ഒരു പുതിയ കാർ ആയിരുന്നു. ദിസ് ഇയേഴ്സ് ബിഗ് സ്പ്ലർജ് വാസ് എ ന്യൂ കാർ. വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇയർ. വലിയ വിലയേറിയ അല്ലെങ്കിൽ ചിലവേറിയ വാങ്ങൽ, സ്പ്ലർജ്. പുതിയ കാർ, ന്യൂ കാർ. ദിസ് ഇയേഴ്സ് ബിഗ് സ്പ്ലർജ് വാസ് എ ന്യൂ കാർ. ഈ വർഷത്തെ വലിയ വിലയേറിയ വാങ്ങൽ ഒരു പുതിയ കാർ ആയിരുന്നു. അവളുടെ വിഭവങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഭക്ഷണ വിദഗ്ധൻ ആണ് ഷെഫ്. ദ ഷെഫ് ഈസ് എ ഗോമെ ഹു ടേക്സ് പ്രൈഡ് ഇൻ ഹെർ ഡിഷസ്. വിഭവങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡിഷസ്. അഭിമാനം, പ്രൈഡ്. ഭക്ഷണ വിദഗ്ധൻ അല്ലെങ്കിൽ വളരെ ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം ഉണ്ടാക്കുകയോ വിളമ്പുകയോ ചെയ്യുന്ന ആൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗോമെ. പ്രധാന പാചകക്കാരൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഷെഫ്. ദ ഷെഫ് ഈസ് എ ഗോമെ ഹു ടേക്സ് പ്രൈഡ് ഇൻ ഹെർ ഡിഷസ്. അവളുടെ വിഭവങ്ങളിൽ അഭിമാനം കൊള്ളുന്ന ഒരു ഭക്ഷണ വിദഗ്ധനാണ് ഷെഫ്. ഒരു പേപ്പർ ടവൽ ഡിസ്പെൻസർ, എ പേപ്പർ ടവൽ ഡിസ്പെൻസർ. നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്ന യന്ത്രം അല്ലെങ്കിൽ കണ്ടെയ്നർ, അതിന് പറയുന്ന പേരാണ് ഡിസ്പെൻസർ. പേപ്പർ ടവൽ ഡിസ്പെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ ടവൽ തരുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ. ഒരു സോപ്പ് ഡിസ്പെൻസർ, എ സോപ്പ് ഡിസ്പെൻസർ. സോപ്പ് ലഭിക്കുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ സോപ്പ് നൽകുന്ന ഒരു മെഷീൻ, അതിനെയാണ് ഒരു സോപ്പ് ഡിസ്പെൻസർ എന്ന് പറയുന്നത്, എ സോപ്പ് ഡിസ്പെൻസർ. ആശുപത്രികളും മറ്റ് ഹെൽത്ത് കെയർ ഡിസ്പെൻസറുകളും, ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ ഡിസ്പെൻസേഴ്സ്. ആശുപത്രികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഹോസ്പിറ്റൽസ്. ആളുകൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്ന സ്ഥലങ്ങൾ, ഹെൽത്ത് കെയർ ഡിസ്പെൻസേഴ്സ്. ഹോസ്പിറ്റൽസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ ഡിസ്പെൻസേഴ്സ്, ആശുപത്രികളും മറ്റ് ഹെൽത്ത് കെയർ ഡിസ്പെൻസറുകളും. ഒരു അധ്യാപകൻ അറിവിൻ്റെ വിതരണക്കാരൻ എന്നതിലുപരിയായിരിക്കണം. എ ടീച്ചർ ഷുഡ് ബി മോർ ദാൻ എ ഡിസ്പെൻസർ ഓഫ് നോളജ്. അധ്യാപകൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടീച്ചർ. അറിവ്, നോളജ്. വിതരണക്കാരൻ, ഡിസ്പെൻസർ. വിതരണക്കാരൻ എന്നതിലുപരി മോർ ദാൻ എ ഡിസ്പെൻസർ. എ ടീച്ചർ ഷുഡ് ബി മോർ ദാൻ എ ഡിസ്പെൻസർ ഓഫ് നോളജ്. ഒരു അധ്യാപകൻ അറിവിൻ്റെ വിതരണക്കാരൻ എന്നതിലുപരി ആയിരിക്കണം. ഇന്നലത്തെ കാലാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ കാലാവസ്ഥ. ടുഡേയ്സ് വെദർ ഈസ് ക്വയറ്റ് എ കോൺട്രാസ്റ്റ് ടു യെസ്റ്റർഡേയ്സ്. ഇന്നലെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് യെസ്റ്റർഡേ. കാലാവസ്ഥ, വെദർ. തികച്ചും, ക്വയറ്റ്. വ്യത്യസ്തം, കോൺട്രാസ്റ്റ്. ഇന്ന്, ടുഡേ. ടുഡേയ്സ് വെദർ ഈസ് ക്വയറ്റ് എ കോൺട്രാസ്റ്റ് ടു യെസ്റ്റർഡേയ്സ്. ഇന്നലത്തെ കാലാവസ്ഥയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ കാലാവസ്ഥ. രണ്ട് സ്ത്രീകളുടെയും അധ്യാപന ശൈലികൾക്കിടയിൽ രസകരമായ ഒരു വൈരുദ്ധ്യം ഞാൻ നിരീക്ഷിച്ചു. ഐ ഒബ്സർവ്ഡ് ആൻ ഇൻട്രസ്റ്റിംഗ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ടീച്ചിങ് സ്റ്റൈൽസ് ഓഫ് ദ ടു വിമൻ. രണ്ട് സ്ത്രീകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ടു വിമൻ. അധ്യാപന ശൈലി, ടീച്ചിങ് സ്റ്റൈൽ. രസകരമായ, ഇൻട്രസ്റ്റിംഗ്. വൈരുദ്ധ്യം, കോൺട്രാസ്റ്റ്. നിരീക്ഷിക്കുക, ഒബ്സർവ്. നിരീക്ഷിച്ചു, ഒബ്സർവ്ഡ്. ഐ ഒബ്സർവ്ഡ് ആൻ ഇൻട്രസ്റ്റിംഗ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ടീച്ചിങ് സ്റ്റൈൽസ് ഓഫ് ദ ടു വിമൻ. രണ്ട് സ്ത്രീകളുടെയും അധ്യാപന ശൈലികൾക്കിടയിൽ രസകരമായ ഒരു വൈരുദ്ധ്യം ഞാൻ നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകങ്ങളും പിന്നീടുള്ള പുസ്തകങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. വി ടോക്ക്ഡ് അബൌട്ട് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹിസ് ഏർലി ബുക്സ് ആൻഡ് ഹിസ് ലേറ്റർ ബുക്സ്. ആദ്യകാല പുസ്തകങ്ങൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഏർലി ബുക്സ്. പിന്നീടുള്ള പുസ്തകങ്ങൾ, ലേറ്റർ ബുക്സ്. വൈരുദ്ധ്യങ്ങൾ, കോൺട്രാസ്റ്റ്. സംസാരിക്കുക, ടോക്ക്. വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, ടോക്ക് അബൌട്ട് ദ കോൺട്രാസ്റ്റ്. വി ടോക്ക്ഡ് അബൌട്ട് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹിസ് ഏർലി ബുക്സ് ആൻഡ് ഹിസ് ലേറ്റർ ബുക്സ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പുസ്തകങ്ങളും പിന്നീടുള്ള പുസ്തകങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. ഹിസ് കമൻസ്
were in sharp contrast with his earlier statements. പ്രസ്താവനകൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. മുൻ പ്രസ്താവനകൾ ഏർലിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. വ്യത്യസ്തമാകുക കോൺട്രാസ്റ്റ്. അഭിപ്രായങ്ങൾ കമൻറ്റ്സ്. ഹിസ് കമൻറ്റ്സ് വെയർ ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് വിത്ത് ഹിസ് ഏർലിയർ സ്റ്റേറ്റ്മെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ. കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്പനി വളരെ നന്നായി പ്രവർത്തിക്കുന്നില്ല. ഇൻ കോൺട്രാസ്റ്റ് ടു ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്സ്, ദ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് വെരി വെൽ. കഴിഞ്ഞ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ലാസ്റ്റ് ഇയർ. ലാഭം പ്രോഫിറ്റ്. വ്യത്യസ്തമായി കോൺട്രാസ്റ്റ്. വളരെ നന്നായി പ്രവർത്തിക്കുന്നില്ല നോട്ട് ഡൂയിങ് വെരി വെൽ. ഇൻ കോൺട്രാസ്റ്റ് ടു ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്സ്, ദ കമ്പനി ഈസ് നോട്ട് ഡൂയിങ് വെരി വെൽ. കഴിഞ്ഞ വർഷത്തെ ലാഭത്തിൽ നിന്ന് വ്യത്യസ്തമായി കമ്പനി വളരെ നന്നായി പ്രവർത്തിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിനായി അവർ ചെലവഴിച്ചത്. നേരെ മറിച്ച് ഞങ്ങളുടെ ചെറിയ കമ്പനി 5000 രൂപയിൽ താഴെ ചെലവഴിച്ചു. They spent millions of rupees on advertising. By the way of contrast, our small company spent under 5,000 rupees. കോടിക്കണക്കിന് രൂപ, മില്യൺസ് ഓഫ് റുപ്പീസ്. പരസ്യം അഡ്വർടൈസ്മെൻറ്റ്. നേരെ മറിച്ച് ബൈ ദ വേ ഓഫ് കോൺട്രാസ്റ്റ്, ചെറിയ കമ്പനി സ്മോൾ കമ്പനി ചിലവഴിച്ചു സ്പെൻഡ്. ദേ സ്പെൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് ഓൺ അഡ്വർടൈസിംഗ്. ബൈ ദ വേ ഓഫ് കോൺട്രാസ്റ്റ്, അവർ സ്മോൾ കമ്പനി സ്പെൻഡ് അണ്ടർ 5,000 rupees. കോടിക്കണക്കിന് രൂപയാണ് പരസ്യത്തിനായി അവർ ചെലവഴിച്ചത്. നേരെ മറിച്ച് ഞങ്ങളുടെ ചെറിയ കമ്പനി 5000 രൂപയിൽ താഴെ പരസ്യത്തിന് വേണ്ടി ചിലവഴിച്ചു. വളരെ വൈരുദ്ധ്യമുള്ള ഒരു ചിത്രരചന. എ പെയിൻറ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് കോൺട്രാസ്റ്റ്. വളരെ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എ ലോട്ട്. വൈരുദ്ധ്യം കോൺട്രാസ്റ്റ്. ചിത്രരചന പെയിൻറ്റിംഗ്. എ പെയിൻറ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് കോൺട്രാസ്റ്റ്. വളരെ വൈരുദ്ധ്യമുള്ള ഒരു ചിത്രരചന. അവൾ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതിനാൽ ഫോട്ടോഗ്രാഫർ ഒരു വെളുത്ത പശ്ചാത്തലം വ്യത്യാസത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഷി വാസ് വെയറിംഗ് എ ബ്ലാക്ക് ഡ്രസ്, സോ ദ ഫോട്ടോഗ്രാഫർ സജസ്റ്റഡ് യൂസിങ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോർ കോൺട്രാസ്റ്റ്. കറുത്ത വസ്ത്രം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബ്ലാക്ക് ഡ്രസ്. ധരിക്കുക വെയർ. അതിനാൽ സോ. വെളുത്ത പശ്ചാത്തലം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. പശ്ചാത്തലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ബാക്ക്ഗ്രൗണ്ട്. വ്യത്യാസം കോൺട്രാസ്റ്റ്. ഉപയോഗിക്കുക യൂസ്. നിർദ്ദേശിക്കുക സജസ്റ്റ്. ഷി വാസ് വെയറിംഗ് എ ബ്ലാക്ക് ഡ്രസ്, സോ ദ ഫോട്ടോഗ്രാഫർ സജസ്റ്റഡ് യൂസിങ് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോർ കോൺട്രാസ്റ്റ്. അവൾ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അതിനാൽ ഫോട്ടോഗ്രാഫർ ഒരു വെളുത്ത പശ്ചാത്തലം വ്യത്യാസത്തിനായി ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു. അവർക്ക് വളരെ വ്യത്യസ്തമായ ശൈലികളുണ്ട്. ദേ ഹാവ് വെരി കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽസ്. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദേ. വളരെ വെരി. വ്യത്യസ്തമായ കോൺട്രാസ്റ്റിംഗ്. ശൈലികൾ സ്റ്റൈൽസ്. ദേ ഹാവ് വെരി കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽസ്. അവർക്ക് വളരെ വ്യത്യസ്തമായ ശൈലികളുണ്ട്. അവൾ മുറിയിൽ വായു സഞ്ചാരത്തിനായി ജനാലകൾ തുറന്നു. ഷീ ഓപ്പൺ ദ വിൻഡോസ് ടു വെന്റിലേറ്റ് ദ റൂം. തുറക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓപ്പൺ. ജനാലകൾ വിൻഡോസ്. വായു സഞ്ചാരം വെന്റിലേറ്റ്. മുറി റൂം. ഷീ ഓപ്പൺ ദ വിൻഡോസ് ടു വെന്റിലേറ്റ് ദ റൂം. അവൾ മുറിയിൽ വായു സഞ്ചാരത്തിനായി ജനാലകൾ തുറന്നു. മുറിയിൽ ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടായിരുന്നു. ദ റൂം വാസ് അഡിക്വേറ്റ്ലി വെന്റിലേറ്റഡ്. മുറി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റൂം. ആവശ്യത്തിന് അഡിക്വേറ്റ്ലി. വായു സഞ്ചാരം ഉണ്ടാകുക വെന്റിലേറ്റ്. ദ റൂം വാസ് അഡിക്വേറ്റ്ലി വെന്റിലേറ്റഡ്. മുറിയിൽ ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പിന് മുമ്പ് നിരവധി ചർച്ചകളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. ദ കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സെവറൽ ഡിബേറ്റ്സ് ബിഫോർ ദ ഇലക്ഷൻ വാസ് ഹെൽഡ്. തെരഞ്ഞെടുപ്പ് എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇലക്ഷൻ. നിരവധി സെവറൽ. ചർച്ചകൾ ഡിബേറ്റ്സ്. സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സ്. പങ്കെടുക്കുക പാർട്ടിസിപ്പേറ്റ്. ദ കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സെവറൽ ഡിബേറ്റ്സ് ബിഫോർ ദ ഇലക്ഷൻ വാസ് ഹെൽഡ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നിരവധി ചർച്ചകളിൽ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ മാന്യമായ സംഭാഷണം പതുക്കെ ചൂടേറിയ സംവാദമായി മാറി. അവർ പൊളൈറ്റ് ചാറ്റ് അബൌട്ട് പൊളിറ്റിക്സ് സ്ലോലി ടേൺ ഇൻ ടു എ ഹീറ്റഡ് ഡിബേറ്റ്. രാഷ്ട്രീയം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പൊളിറ്റിക്സ്. മാന്യമായ പൊളൈറ്റ്. സംഭാഷണം ചാറ്റ്. പതുക്കെ സ്ലോലി. ചൂടേറിയ ഹീറ്റഡ്. സംവാദം ഡിബേറ്റ്.
Our polite chat about politics slowly turned into a heated debate. രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ മാന്യമായ സംഭാഷണം പതുക്കെ ചൂടേറിയ സംവാദമായി മാറി. ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങളുടെ സമരം തുടരും. Our agitation will continue till our demands are met. ആവശ്യങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡിമാൻഡ്സ്. ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെ, ടിൽ ഡിമാൻഡ്സ് ആർ മെറ്റ്. സമരം അജിറ്റേഷൻ, തുടരുക കണ്ടിന്യൂ. അവർ അജിറ്റേഷൻ വിൽ കണ്ടിന്യൂ ടിൽ അവർ ഡിമാൻഡ്സ് ആർ മെറ്റ്. ഞങ്ങളുടെ ആവശ്യം നേടിയെടുക്കുന്നതുവരെ ഞങ്ങളുടെ സമരം തുടരും. വികസനം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള നിരവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. He spoke about numerous measures to boost development and ensure the welfare of all sections of society. വികസനം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡെവലപ്മെൻറ്റ്. വർദ്ധിപ്പിക്കുക ബൂസ്റ്റ്. സമൂഹം സൊസൈറ്റി. വിഭാഗം സെക്ഷൻ. ക്ഷേമം വെൽഫെയർ. ഉറപ്പാക്കുക എൻഷ്യൂർ. നിരവധി ന്യൂമറസ്. നടപടികൾ മെഷേഴ്സ്. സംസാരിക്കുക സ്പീക്ക്. സംസാരിച്ചു സ്പോക്ക്. He spoke about numerous measures to boost development and ensure the welfare of all sections of society. വികസനം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പാക്കുന്നതിനുമുള്ള നിരവധി നടപടികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അവർ പരിഭ്രാന്തരായി അതിവേദനയോടെ ഉറക്കെ കരയാൻ തുടങ്ങി. They panicked and started crying aloud in agony. അവർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് they. പരിഭ്രാന്തരാകുക പാനിക്. അതിവേദന ആഗണി. ഉറക്കെ അലൗഡ്. കരയുക ക്രൈ. തുടങ്ങുക സ്റ്റാർട്ട്. തുടങ്ങി സ്റ്റാർട്ടഡ്. ദേ പാനിക്ഡ് ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈങ് അലൗഡ് ഇൻ ആഗണി. അവർ പരിഭ്രാന്തരായി അതിവേദനയോടെ ഉറക്കെ കരയാൻ തുടങ്ങി. ഇപ്പോൾ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കും. ദി ഓൺഗോയിങ് അജിറ്റേഷൻ വിൽ ഇൻറ്റൻസിഫൈ. ഇപ്പോൾ നടക്കുന്ന എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഓൺഗോയിങ്. സമരം അജിറ്റേഷൻ. കൂടുതൽ ശക്തമാക്കുക ഇൻറ്റൻസിഫൈ. ദി ഓൺഗോയിങ് അജിറ്റേഷൻ വിൽ ഇൻറ്റൻസിഫൈ. ഇപ്പോൾ നടക്കുന്ന സമരം കൂടുതൽ ശക്തമാക്കും. തീവണ്ടിയിലും മറ്റ് ഗതാഗത മാർഗങ്ങളിലൂടെയും ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. വി വിൽ ഹെഡ് ടു കേരള ബൈ ട്രെയിൻ ആൻഡ് ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. തീവണ്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രെയിൻ. മറ്റ് ഗതാഗത മാർഗങ്ങൾ ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. ഗതാഗതം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ട്രാൻസ്പോർട്ട്. മാർഗങ്ങൾ മീൻസ്. കേരളത്തിലേക്ക് പോകുക ഹെഡ് ടു കേരള. വി വിൽ ഹെഡ് ടു കേരള ബൈ ട്രെയിൻ ആൻഡ് ബൈ അതർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്. തീവണ്ടിയിലും മറ്റ് ഗതാഗത മാർഗങ്ങളിലൂടെയും ഞങ്ങൾ കേരളത്തിലേക്ക് പോകും. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളവും പെൻഷനും മുടങ്ങില്ല. ദ സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വിൽ നോട്ട് ബി സസ്പെൻഡഡ്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഗവൺമെൻറ് ഒഫീഷ്യൽസ്. ശമ്പളം സാലറി. മുടങ്ങില്ല വിൽ നോട്ട് ബി സസ്പെൻഡഡ്. ദ സാലറീസ് ആൻഡ് പെൻഷൻസ് ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് വിൽ നോട്ട് ബി സസ്പെൻഡഡ്. സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളവും പെൻഷനും മുടങ്ങില്ല. നായ്ക്ക് ഗന്ധമറിയാനുള്ള ശക്തിയുണ്ട്. ദ ഡോഗ് ഹാസ് ദ പവർ ഓഫ് സ്മെൽ. നായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഡോഗ്. ഗന്ധം സ്മെൽ. ശക്തി പവർ. ദ ഡോഗ് ഹാസ് ദി പവർ ഓഫ് സ്മെൽ. നായയ്ക്ക് ഗന്ധമറിയാനുള്ള ശക്തിയുണ്ട്. തടി ദ്രവിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദ വുഡ് ഈസ് ഓൾറെഡി ഷോയിങ് സൈൻസ് ഓഫ് ഡീകമ്പോസിഷൻ. തടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് വുഡ്. ദ്രവിക്കുക ഡീകമ്പോസ്. ലക്ഷണങ്ങൾ സൈൻസ്. കാണിക്കുക ഷോ. ദ വുഡ് ഈസ് ഓൾറെഡി ഷോയിങ് സൈൻസ് ഓഫ് ഡീകമ്പോസിഷൻ. തടി ദ്രവിച്ചതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജീവനക്കാരുടെ അഴിമതിയും കൈക്കൂലിയും പൊതുജീവിതത്തിലെ അവരുടെ സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു. കറപ്ഷൻ ആൻഡ് ബ്രൈബറി ബൈ എംപ്ലോയീസ് ഇറോഡ് പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്. ജീവനക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എംപ്ലോയീസ്. അഴിമതി കറപ്ഷൻ. കൈക്കൂലി ബ്രൈബറി. പൊതുജീവിതം പബ്ലിക് ലൈഫ്. സത്യസന്ധത പ്രോബിറ്റി. ഇല്ലാതാക്കുക ഇറോഡ്. കറപ്ഷൻ ആൻഡ് ബ്രൈബറി ബൈ എംപ്ലോയീസ് ഇറോഡ് ദെയർ പ്രോബിറ്റി ഇൻ പബ്ലിക് ലൈഫ്. ജീവനക്കാരുടെ അഴിമതിയും കൈക്കൂലിയും പൊതുജീവിതത്തിലെ അവരുടെ സത്യസന്ധതയെ ഇല്ലാതാക്കുന്നു. അവൻ ആലപ്പുഴയിൽ ഒരു സുഖവാസ സ്ഥലം തുറക്കാൻ ഒരുങ്ങുകയാണ്.
ഹീ ഈസ് പ്ലാനിങ് ടു ഓപ്പൺ എ റിസോർട്ട് ഇൻ ആലപ്പുഴ. സുഖവാസ സ്ഥലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിസോർട്ട്. തുറക്കുക ഓപ്പൺ. ഒരുങ്ങുക പ്ലാൻ. ഹീ ഈസ് പ്ലാനിങ് ടു ഓപ്പൺ എ റിസോർട്ട് ഇൻ ആലപ്പുഴ. അവൻ ആലപ്പുഴയിൽ ഒരു സുഖവാസ സ്ഥലം തുറക്കാൻ ഒരുങ്ങുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ പോലീസ് പിടികൂടി. ദ പോലീസ് നാബ്ഡ് ദ പേഴ്സൺ ഹു അബ്ഡക്റ്റഡ് ദ ചൈൽഡ്. കുട്ടി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ചൈൽഡ്. തട്ടിക്കൊണ്ടുപോകുക അബ്ഡക്റ്റ്. പിടികൂടുക നാബ്. ദ പോലീസ് നാബ്ഡ് ദ പേഴ്സൺ ഹു അബ്ഡക്റ്റഡ് ദ ചൈൽഡ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ആളെ പോലീസ് പിടികൂടി. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ ടൂറിസം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് കമ്പനിക്കുള്ളത്. The company has a vision of developing tourism without negatively impacting the environment. പരിസ്ഥിതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എൻവയോൺമെൻറ്റ്. പ്രതികൂലമായി നെഗറ്റീവ്ലി, ബാധിക്കുക ഇമ്പാക്റ്റ്, വികസിപ്പിക്കുക ഡെവലപ്പ്, കാഴ്ചപ്പാട് വിഷൻ. The company has a vision of developing tourism without negatively impacting the environment. പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കാതെ ടൂറിസം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് കമ്പനിക്കുള്ളത്. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവൾ ഈ വർഷം ആഘോഷങ്ങൾ ഉപേക്ഷിക്കും. ഷി വിൽ ഫോഗോ സെലിബ്രേഷൻസ് ദിസ് ഇയർ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. നിലവിലുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രിവെയിലിംഗ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ്. കാരണം ഡ്യൂ ടു. ഈ വർഷം ദിസ് ഇയർ. ആഘോഷങ്ങൾ സെലിബ്രേഷൻസ്. ഉപേക്ഷിക്കുക ഫോഗോ. ഷി വിൽ ഫോഗോ സെലിബ്രേഷൻസ് ദിസ് ഇയർ ഡ്യൂ ടു പ്രിവെയിലിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അവൾ ഈ വർഷം ആഘോഷങ്ങൾ ഉപേക്ഷിക്കും. 3 ദിവസത്തിനകം ശമ്പള വിതരണം പൂർത്തിയാകും. ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സാലറീസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 3 days. 3 ദിവസത്തിനകം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ 3 days. ശമ്പളം സാലറി. വിതരണം ഡിസ്ബേഴ്സ്മെൻറ്റ്. ശമ്പള വിതരണം ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സാലറീസ്. പൂർത്തിയാകുക കംപ്ലീറ്റ്. ദ ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സാലറീസ് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 3 days. 3 ദിവസത്തിനകം ശമ്പള വിതരണം പൂർത്തിയാകും. ഈ വർഷത്തെ അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഹി ഓപ്റ്റഡ് ടു സ്റ്റേ അറ്റ് ദ റെസിഡൻസ് ഡ്യൂറിംഗ് ദിസ് ഇയേഴ്സ് വെക്കേഷൻ. ഈ വർഷം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ദിസ് ഇയർ. അവധിക്കാലം വെക്കേഷൻ. വീട് അല്ലെങ്കിൽ താമസ സ്ഥലം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് റെസിഡൻസ്. താമസിക്കുക സ്റ്റേ. തീരുമാനിക്കുക ഓപ്റ്റ്. ഹി ഓപ്റ്റഡ് ടു സ്റ്റേ അറ്റ് ദ റെസിഡൻസ് ഡ്യൂറിംഗ് ദിസ് ഇയേഴ്സ് വെക്കേഷൻ. ഈ വർഷത്തെ അവധിക്കാലത്ത് വീട്ടിൽ താമസിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവൻ വളരെ അപൂർവമായ എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. ഹി സെൽഡം ആക്സെപ്റ്റ്സ് എനി പ്രസൻസ്. അപൂർവമായി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സെൽഡം. സമ്മാനങ്ങൾ പ്രസൻസ്. എന്തെങ്കിലും സമ്മാനങ്ങൾ എനി പ്രസൻസ്. സ്വീകരിക്കുക ആക്സെപ്റ്റ്. ഹി സെൽഡം ആക്സെപ്റ്റ്സ് എനി പ്രസൻസ്. അവൻ വളരെ അപൂർവമായ എന്തെങ്കിലും സമ്മാനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. പരീക്ഷാ രജിസ്ട്രേഷനുള്ള അവസാന തീയതി കോളേജ് നീട്ടിയിട്ടുണ്ട്. ദ കോളേജ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സാമിനേഷൻ. അവസാന തീയതി ലാസ്റ്റ് ഡേറ്റ്. നീട്ടുക എക്സ്റ്റെൻഡ്. ദ കോളേജ് ഹാസ് എക്സ്റ്റെൻഡഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ രജിസ്ട്രേഷൻ ഫോർ ദ എക്സാമിനേഷൻ. പരീക്ഷാ രജിസ്ട്രേഷനുള്ള അവസാന തീയതി കോളേജ് നീട്ടിയിട്ടുണ്ട്. തുടർച്ചയായ 2ാം ദിവസവും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. എംപ്ലോയീസ് ഹാവ് നോട്ട് റിസീവ്ഡ് ദെയർ സാലറി ഫോർ ദ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ഡേ. തുടർച്ചയായ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസിക്യൂട്ടീവ്. തുടർച്ചയായ 2ാം ദിവസം സെക്കൻഡ് കൺസിക്യൂട്ടീവ് ഡേ. ജീവനക്കാർ എംപ്ലോയീസ്. ശമ്പളം സാലറി. ലഭിക്കുക റിസീവ്. എംപ്ലോയീസ് ഹാവ് നോട്ട് റിസീവ്ഡ് ദെയർ സാലറി ഫോർ ദ സെക്കൻഡ് കൺസിക്യൂട്ടീവ് ഡേ. തുടർച്ചയായ 2ാം ദിവസവും ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചില്ല. കമ്പനിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പാഴ്ചിലവിൻ്റെയും ഫലമായിരുന്നു അത്. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനീസ് കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാവഗൻസ്. അഴിമതി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കറപ്ഷൻ. കെടുകാര്യസ്ഥത മിസ്മാനേജ്മെൻറ്റ്. പാഴ്ചിലവ് അല്ലെങ്കിൽ അമിതമായ ചെലവ് എക്സ്ട്രാവഗൻസ്. ഫലം റിസൾട്ട്. ഇറ്റ് വാസ് എ റിസൾട്ട് ഓഫ് ദ കമ്പനീസ് കറപ്ഷൻ, മിസ്മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്ട്രാവഗൻസ്. കമ്പനിയുടെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പാഴ്ചിലവിൻ്റെയും ഫലമായിരുന്നു അത്. തെളിവെടുപ്പിനിടെ യാതൊരു വികാരവും പശ്ചാത്താപവുമില്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ഹി ആൻസേർഡ് ദ ക്യൂറീസ് വിതൗട്ട് എനി ഇമോഷൻ ഓർ റിമോഴ്സ്
ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പിനിടെ ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. യാതൊരു എനി. വികാരം ഇമോഷൻ. പശ്ചാത്താപം റിമോസ്. ചോദ്യങ്ങൾ ക്യൂറീസ്. ഉത്തരം നൽകുക ആൻസർ. ഹി ആൻസർഡ് ദ ക്യൂറീസ് വിതൗട്ട് എനി ഇമോഷൻ ഓർ റിമോസ് ഡ്യൂറിങ് ദ എവിഡൻസ് കളക്ഷൻ. തെളിവെടുപ്പിനിടെ യാതൊരു വികാരവും പശ്ചാത്താപവുമില്ലാതെ അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. ആളറിയാതിരിക്കാൻ അവൻ മുഖംമൂടിയും തൊപ്പിയും ധരിച്ചിരുന്നു. ഹി വോർ എ മാസ്ക് ആൻഡ് ക്യാപ് ടു കൺസീൽ ഹിസ് ഐഡൻറ്റിറ്റി. ആളറിയാതിരിക്കുക അല്ലെങ്കിൽ ആളെ മറയ്ക്കുക എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് കൺസീൽ ഐഡൻറ്റിറ്റി. മുഖംമൂടി മാസ്ക്. തൊപ്പി ക്യാപ്. ധരിക്കുക വെയർ. ധരിച്ചു വോർ. ഹി വോർ എ മാസ്ക് ആൻഡ് ക്യാപ് ടു കൺസീൽ ഹിസ് ഐഡൻറ്റിറ്റി. ആളറിയാതിരിക്കാൻ അവൻ മുഖംമൂടിയും തൊപ്പിയും ധരിച്ചിരുന്നു. അവർ മദ്യലഹരിയിലായിരുന്നു. ദേ വെയർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. മദ്യലഹരി എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. ദേ വെയർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ. അവർ മദ്യലഹരിയിലായിരുന്നു. അമിത രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. മെഡിക്കൽ റിപ്പോർട്ട്സ് കൺഫേം ദാറ്റ് ഹിസ് ഡെത്ത് വാസ് ഡ്യൂ ടു എക്സസീവ് ബ്ലഡ് ലോസ്. അമിത രക്തം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് എക്സസീവ് ബ്ലഡ്. നഷ്ടപ്പെടുക ലോസ്. മരണം ഡെത്ത്. സ്ഥിരീകരിക്കുക കൺഫേം. സ്ഥിരീകരിച്ചു കൺഫേംഡ്. മെഡിക്കൽ റിപ്പോർട്ട്സ് കൺഫേം ദാറ്റ് ഹിസ് ഡെത്ത് വാസ് ഡ്യൂ ടു എക്സസീവ് ബ്ലഡ് ലോസ്. അമിത രക്തം നഷ്ടപ്പെട്ടതാണ് മരണകാരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ദ പോലീസ് എൻഗേജ്ഡ് ഇൻ എ സ്കഫിൾ. പ്രതിഷേധക്കാർ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് പ്രൊട്ടസ്റ്റേഴ്സ്. വാക്കേറ്റം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സ്കഫിൾ. ദ പ്രൊട്ടസ്റ്റേഴ്സ് ആൻഡ് ദ പോലീസ് എൻഗേജ്ഡ് ഇൻ എ സ്കഫിൾ. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പരിഹാസത്തിൻ്റെ വാക്കുകളെ അവൾ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമാക്കി മാറ്റി. ഷീ ടേൺ ദ വേർഡ്സ് ഓഫ് സർക്കാസം ഇൻ ടു എ സോഴ്സ് ഓഫ് കോൺഫിഡൻസ്. പരിഹാസം എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഡാണ് സർക്കാസം. വാക്കുകൾ വേർഡ്സ്. ആത്മവിശ്വാസം കോൺഫിഡൻസ്. ഉറവിടം സോഴ്സ്. ഷീ ടേൺ ദ വേർഡ്സ് ഓഫ് സർക്കാസം ഇൻ ടു എ സോഴ്സ് ഓഫ് കോൺഫിഡൻസ്. പരിഹാസത്തിൻ്റെ വാക്കുകളെ അവൾ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടമാക്കി മാറ്റി. നിങ്ങൾക്കൊരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഐ ആം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. സന്തുഷ്ടനാണ് പ്ലീസ്ഡ്. ഐ ആം സോ പ്ലീസ്ഡ് ദാറ്റ് യു ഹാവ് എ ന്യൂ ജോബ്. നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ലഭിച്ചതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. പദ്ധതിയിടുക അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്ലാൻ. യാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രിപ്പ്. ലെറ്റ്സ് പ്ലാൻ എ റോഡ് ട്രിപ്പ്. നമുക്കൊരു റോഡ് യാത്ര പ്ലാൻ ചെയ്യാം. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ചാടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജംപ്. നദി റിവർ. വി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു കൂൾ ഓഫ്. ഞങ്ങൾ ദേഹം തണുക്കാനായി നദിയിലേക്ക് ചാടി. നമുക്കൊരു വിനോദയാത്ര പോകാം. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. വിനോദയാത്ര എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പിക്നിക്. ലെറ്റ്സ് ഹാവ് എ പിക്നിക്. നമുക്കൊരു വിനോദയാത്ര പോകാം. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. സമ്പാദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഏൺ. വളരെ വലിയൊരു തുക എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. ഷീ മസ്റ്റ് ബി ഏണിംഗ് എ ഫാൻറ്റാസ്റ്റിക് എമൗണ്ട് ഓഫ് മണി. അവൾ വളരെ വലിയൊരു തുക സമ്പാദിക്കുന്നുണ്ടാകണം. നിങ്ങൾ റിമോട്ട് എനിക്ക് തരാമോ? ക്യാൻ യു പാസ് മീ ദ റിമോട്ട്? അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. ഹീ ഈസ് ട്രൈങ് നോട്ട് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. വികാരാതീതനാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സെൻറ്റിമെൻ്റൽ. ശ്രമിക്കുക ട്രൈ. കഴിഞ്ഞ കാലം പാസ്റ്റ്. ഹീ ഈസ് നോട്ട് ട്രൈങ് ടു ബി സെൻറ്റിമെൻ്റൽ അബൌട്ട് ദ പാസ്റ്റ്. അവൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വികാരാതീതനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? ഹൗ വാസ് യുവർ വീക്കെൻഡ്? വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്? നിങ്ങളുടെ വാരാന്ത്യം എങ്ങനെയായിരുന്നു? അടുത്തയാഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വി ഹോപ്പ്
ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. പ്രതീക്ഷിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോപ്പ്. പോകുക, ഗോ. അടുത്തയാഴ്ച, നെക്സ്റ്റ് വീക്ക്. വി ഹോപ്പ് ടു ഗോ ടു ഓസ്ട്രേലിയ നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വിനോദം, ഹോബി. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോബി? നിങ്ങളുടെ പ്രിയപ്പെട്ട വിനോദം എന്താണ്? ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ശ്രദ്ധിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് കെയർഫുൾ. ബി കെയർഫുൾ നോട്ട് ടു ഡ്രോപ്പ് ദാറ്റ് പ്ലേറ്റ്. ആ പ്ലേറ്റ് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? പ്രിയപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ടി വി ഷോ? നിങ്ങളുടെ പ്രിയപ്പെട്ട ടി വി ഷോ ഏതാണ്? പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പബ്ലിക്. തുറക്കുക, ഓപ്പൺ. ദ മ്യൂസിയം ഈസ് ഓപ്പൺ ടു ദ പബ്ലിക്. പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നിരിക്കുന്നു. നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ആർ യു ഡൺ? ചെയ്യുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡു. ഡു, ഡിഡ്, ഡൺ. ആർ യു ഡൺ? നിങ്ങൾ ചെയ്തു കഴിഞ്ഞോ? ദയവായി അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ദയവായി, പ്ലീസ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ദയവായി അത് ആവർത്തിക്കാമോ? നിങ്ങൾ എവിടെ താമസിക്കുന്നു? വേർ ഡു യു ലീവ്? താമസിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലീവ്. വേർ ഡു യു ലീവ്? നിങ്ങൾ എവിടെ താമസിക്കുന്നു? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഹൗ ക്യാൻ ഐ ഗോ ടു ദ സൂപ്പർ മാർക്കറ്റ്? ഞാൻ എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോകും? ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഐ ഹേറ്റ് യു. വെറുക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹേറ്റ്. ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. നിർത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോപ്പ്. ശബ്ദം, നോയ്സ്. സ്റ്റോപ്പ് മേക്കിംഗ് സച്ച് എ നോയ്സ്. അത്തരം ശബ്ദമുണ്ടാക്കുന്നത് നിർത്തുക. ഞാനത് അറിഞ്ഞു. ഐ ന്യൂ ഇറ്റ്. അറിയുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് നോ. അറിഞ്ഞു, ന്യൂ. ഐ ന്യൂ ഇറ്റ്. ഞാനതറിഞ്ഞു. നിങ്ങളുടെ ഫോൺ നമ്പർ എന്താണ്? വാട്ട്സ് യുവർ ഫോൺ നമ്പർ? എല്ലാം ശരിയാണോ? ഈസ് എവറിതിങ് ഓക്കെ? ഞാൻ അംഗീകരിക്കുന്നു. ഐ എഗ്രി. അംഗീകരിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എഗ്രി. ഐ എഗ്രി. ഞാൻ അംഗീകരിക്കുന്നു. ഇത് എത്രയാണ്? ഹൗ മച്ച് ഈസ് ഇറ്റ്? എത്രയാണ് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹൗ മച്ച്. ഹൗ മച്ച് ഈസ് ഇറ്റ്? ഇത് എത്രയാണ്? സ്വയം ആസ്വദിക്കൂ. എൻജോയ് യുവർ സെൽഫ്. ആസ്വദിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എൻജോയ്. എൻജോയ് യുവർ സെൽഫ്. സ്വയം ആസ്വദിക്കൂ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. ദേ ലൈക്ക് ഈച്ച് അതർ. ഇഷ്ടപ്പെടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ലൈക്ക്. പരസ്പരം, ഈച്ച് അതർ. ദേ ലൈക്ക് ഈച്ച് അതർ. അവർ പരസ്പരം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? വാട്ട് ഡു യു വാണ്ട് ടു ഡു? ആഗ്രഹിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വാണ്ട്. ചെയ്യുക, ഡു. വാട്ട് ഡു യു വാണ്ട് ടു ഡു? നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധാലുവായിരിക്കുക. ബി കെയർഫുൾ. എന്താണ് നിങ്ങളുടെ ജോലി? വാട്ട്സ് യുവർ ജോബ്? ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. വാട്ട്സ് യുവർ ജോബ്? എന്താണ് നിങ്ങളുടെ ജോലി? നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് വീക്കെൻഡ്. വാരാന്ത്യം അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വീക്കെൻഡ്. ഹാവ് എ ഗുഡ് വീക്കെൻഡ്. നല്ലൊരു വാരാന്ത്യം ആശംസിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് അണ്ടർസ്റ്റാൻഡ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാകുന്നില്ല. അടുത്ത തവണ കാണാം. സി യു നെക്സ്റ്റ് ടൈം. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. അടുത്ത തവണ, നെക്സ്റ്റ് ടൈം. സി യു നെക്സ്റ്റ് ടൈം. അടുത്ത തവണ കാണാം. ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്. ഐ എം ഓൺ എ ഡയറ്റ്. ഭക്ഷണക്രമം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡയറ്റ്. ഐ എം ഓൺ എ ഡയറ്റ്. ഞാനൊരു ഭക്ഷണക്രമത്തിലാണ്. അത് നിൻ്റെ ഇഷ്ടം. ഇറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾ എവിടെ പോകുന്നു? വേർ ആർ യു ഗോയിങ്? പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. വേർ ആർ യു ഗോയിങ്? നിങ്ങൾ എവിടെ പോകുന്നു? എനിക്ക് വളരെ സുഖം തോന്നുന്നു. ഐ ഫീൽ മച്ച് ബെറ്റർ.
നിനക്കത് കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഇറ്റ്? കിട്ടുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗെറ്റ്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? നിനക്കത് കിട്ടിയോ? നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഡു യു ഹാവ് എനി പെറ്റ്സ്? വളർത്തുമൃഗങ്ങൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പെറ്റ്സ്. ഡു യു ഹാവ് എനി പെറ്റ്സ്? നിങ്ങൾക്ക് ഏതെങ്കിലും വളർത്തുമൃഗങ്ങൾ ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. പൊതുവായി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇൻ കോമൺ. ഒന്നുമില്ല, നത്തിങ്. വി ഹാവ് നത്തിങ് ഇൻ കോമൺ. ഞങ്ങൾ തമ്മിൽ പൊതുവായി ഒന്നുമില്ല. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ശ്രമിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ട്രൈ. കഴിക്കുക, ഈറ്റ്. ആരോഗ്യം തരുന്ന ഭക്ഷണം, ഹെൽത്തി ഫുഡ്. ഐ എം ട്രൈങ് ടു ഈറ്റ് ഹെൽത്തി ഫുഡ്. ഞാൻ കൂടുതൽ ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? ഇഷ്ടപ്പെട്ട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫേവറേറ്റ്. ഗാനം, സോങ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് സോങ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പാൽ, മിൽക്ക്. കട എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സ്റ്റോർ. ക്യാൻ യു ബൈ സം മിൽക്ക് ഫ്രം ദ സ്റ്റോർ? കടയിൽ നിന്ന് പാൽ വാങ്ങാമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? അവധിക്കാലം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹോളിഡേ. വാട്ട്സ് യുവർ ഫേവറേറ്റ് ഹോളിഡേ? നിങ്ങളുടെ പ്രിയപ്പെട്ട അവധിക്കാലം ഏതാണ്? ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ജോലി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ജോബ്. അന്വേഷിക്കുക, ലുക്ക് ഫോർ. ഐ എം ലുക്കിംഗ് ഫോർ എ ജോബ്. ഞാനൊരു ജോലി അന്വേഷിക്കുകയാണ്. എനിക്ക് വസ്ത്രം കഴുകണം. ഐ നീഡ് ടു ഡു ദ ലോണ്ട്രി. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്. ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. ശരിയാക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫിക്സ്. ഐ നീഡ് ടു ഫിക്സ് മൈ കമ്പ്യൂട്ടർ. എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ ശരിയാക്കേണ്ടതുണ്ട്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. വാങ്ങുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബൈ. പലചരക്ക് സാധനങ്ങൾ, ഗ്രോസറീസ്. ഐ നീഡ് ടു ബൈ സം ഗ്രോസറീസ്. എനിക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? സഹായിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഹെൽപ്പ്. ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് മാത്ത് പ്രോബ്ലം? ഈ കണക്ക് പ്രോബ്ലം പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? ഇതുവരെ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സോ ഫാർ. ഹൗ ഈസ് യുവർ ഡേ ഗോയിങ് സോ ഫാർ? നിങ്ങളുടെ ദിവസം ഇതുവരെ എങ്ങനെ പോകുന്നു? ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. അഭിമാനിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് പ്രൗഡ്. ശരിക്കും, റിയലി. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു. ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അഭിമാനിക്കുന്നു. എനിക്കിന്ന് സുഖമില്ല. ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സീ. സന്തോഷം, ഗ്ലാഡ്. ഐ എം സോ ഗ്ലാഡ് ടു സീ യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റുകൾ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് എ ഫ്യൂ മിനിറ്റ്സ്. ഐ വിൽ ബി ദെയർ ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. കുറച്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. എനിക്കെൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. കണ്ടെത്തുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫൈൻഡ്. എവിടെയും, എനിവെയർ. ഐ കനോട്ട് ഫൈൻഡ് മൈ ഫോൺ എനിവെയർ. എനിക്കെൻ്റെ ഫോൺ എവിടെയും കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. നിങ്ങൾക്ക് ഒരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിർദ്ദേശിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റെക്കമെൻഡ്. നല്ല പുസ്തകം, ഗുഡ് ബുക്ക്. ക്യാൻ യു റെക്കമെൻഡ് എ ഗുഡ് ബുക്ക്? നിങ്ങൾക്കൊരു നല്ല പുസ്തകം നിർദ്ദേശിക്കാമോ? എനിക്ക് ബാങ്കിൽ പോകണം. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. പോകുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഗോ. ഐ നീഡ് ടു ഗോ ടു ദ ബാങ്ക്. എനിക്ക് ബാങ്കിൽ പോകണം. നമുക്ക് നടക്കാൻ പോകാം. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. നമുക്ക് നടക്കാൻ പോകാം. എന്താണ് നടക്കുന്നത്? വാട്ട്സ് ഗോയിങ് ഓൺ? എല്ലാം ശരിയാണ്. എവറിത്തിങ് ഈസ് ഫൈൻ.
ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഓൺ ദ വേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? മറ്റെന്തെങ്കിലും? എനിത്തിങ് എൽസ്? കളിയാക്കൽ നിർത്തുക. സ്റ്റോപ്പ് കിഡിങ്. ദയവായി മിണ്ടാതിരിക്കുക. പ്ലീസ് കീപ് ക്വയറ്റ്. നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. പ്ലീസ് ടു മീറ്റ് യു. ബൈ, വീണ്ടും കാണാം. ബൈ, സി യു അഗെയിൻ. കാണുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് സി. ബൈ, സി യു അഗെയിൻ. ബൈ, വീണ്ടും കാണാം. നിങ്ങളുടേതുപോലെ ദയവായി. ലൈക്ക് യുവേഴ്സ് പ്ലീസ്. അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? ഹൗ ഡെയർ യു സേ ദാറ്റ്? ധൈര്യം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഡെയർ. പറയുക, സേ. ഹൗ ഡെയർ യു സേ ദാറ്റ്? അത് പറയാൻ നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ആവർത്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് റിപ്പീറ്റ്. ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? നിങ്ങൾക്ക് അത് ആവർത്തിക്കാമോ? ഹുറേ, ഞാൻ ജയിച്ചു. ഹുറേ, ഐ വോൺ. ജയിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വിൻ. ജയിച്ചു, വോൺ. ഹുറേ, ഐ വോൺ. ഹുറേ, ഞാൻ ജയിച്ചു. എന്തൊരാശയം! വാട്ട് ആൻ ഐഡിയ. ആശയം എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഐഡിയ. വാട്ട് ആൻ ഐഡിയ, എന്തൊരാശയം. ഈ ബഹുമതിക്ക് നന്ദി. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ബഹുമതി എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഓണർ. താങ്ക്സ് ഫോർ ദിസ് ഓണർ. ഈ ബഹുമതിക്ക് നന്ദി. അത് വളരെ കൂടുതലാണ്. ദാറ്റ്സ് ടു മച്ച്. പ്രശ്നമല്ല. ഡസൻറ്റ് മാറ്റർ. പതുക്കെ നടക്കുക. വോക്ക് സ്ലോലി. നടക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വോക്ക്. പതുക്കെ, സ്ലോലി. വോക്ക് സ്ലോലി. പതുക്കെ നടക്കുക. നിങ്ങളുടെ സ്വന്തം കാര്യം ശ്രദ്ധിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. തിങ്ക് ബിഫോർ യു സ്പീക്ക്. ചിന്തിക്കുക എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് തിങ്ക്. സംസാരിക്കുക, സ്പീക്ക്. തിങ്ക് ബിഫോർ യു സ്പീക്ക്. സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് നിങ്ങളുടെ ഡെയിലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കുക, നന്നാക്കുക. അടുത്ത വീഡിയോയിൽ പുതിയ കുറേ ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടാം. അണ്ടിൽ ദെൻ ബൈ.